അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തൽബീസു ഇബ്ലീസ എന്നൊരു ഗ്രന്ഥമുണ്ട്. ഇബ്ലീസിൻ്റെ വഴിതെറ്റിക്കൽ ആ ഗ്രന്ഥത്തിലെ 897 പേജിൽ നിന്നെടുത്തത്. തൽബീസു ഇബ്ലീസ അല അസ്ഹാബിൽ അംവാലി. പണക്കാരായ ആളുകളെ ഇബ്ലീസ് വഴിതെറ്റിക്കുന്നത്. തൽബീസ് എന്ന് പറഞ്ഞാൽ ഹക്ക് ഏതാണ്, ബാത്തിൽ ഏതാണ്, നന്മ ഏതാണ്, തിന്മ ഏതാണ്, നല്ലതേതാണ്, ചീത്ത ഏതാണ് എന്ന് മനസ്സിലാകാതിരിക്കുക. മറ്റൊന്ന്, ചീത്തയെ നല്ലതാണ് എന്ന മോഡിയിൽ അവതരിപ്പിക്കുക. ഇത് രണ്ടും തൽബീസ് എന്നറിയപ്പെടും. ഇബ്ലീസ് എങ്ങനെയാണ് ഈ തൽബീസ് ചെയ്യുന്നത്? ഹക്കിനെയും ബാത്തിലിനെയും പരസ്പരം തിരിച്ചറിയാനാവാത്ത രൂപത്തിലാക്കുന്നത്, പ്രത്യേകിച്ച് പണക്കാർക്ക് വേണ്ടി, സമ്പത്തുള്ള ആളുകളുടെ ഇടയിൽ. ഫി അർബഅത്തി ഉമൂരിൻ, അത് 4 കാര്യങ്ങളിലാണ്. തൽബീസു ഇബ്ലീസ അല അസ്ഹാബിൽ അംവാലി ഫി അർബഅത്തി ഉമൂരിൻ. ഇബ്ലീസ് പണമുള്ളവരെ വഴിതെറ്റിക്കുന്ന രീതി 4 അതിലൊന്നാമത്തേത് ഫി കസ്ബിൽ മാലി, ധനസമ്പാദന വഴിയാണ്, പണം ഉണ്ടാക്കുന്ന രീതി. അവിടെ ഹത്ത ലായുബാലു, അവിടെ അവർ പ്രശ്നമാക്കില്ല, അല്ലെങ്കിൽ പരിഗണിക്കില്ല. അമിനൽ ഹലാലി ഹുവ, അത് ഹലാലിൽ നിന്നാണോ വരുന്നത്, അമ്മിനൽ ഹറാമി, അല്ലെങ്കിൽ അള്ളാഹു നിഷേധിച്ച വഴിയിൽ നിന്നാണോ വരുന്നത് എന്ന് ഒരു വ്യക്തത ഇല്ലാത്ത രൂപത്തിലാണ് അവർ ധനം സമ്പാദിക്കുക എന്നർത്ഥം. അപ്പോൾ കസ്ബുൽ മാല്, ധനം സമ്പാദിക്കുന്ന രീതി. ലാ യുബാലു അമിനൽ ഹലാലി ഹുവ അമ്മിനൽ ഹറാമി, ഇത് പൂർണ്ണമായും അള്ളാഹു അനുവദിച്ച രൂപത്തിലാണോ ഈ ധനസമ്പാദനം, അതല്ലെങ്കിൽ ഇതിൽ വല്ല ഹറാമും കൂടിക്കഴിയുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം, പരിഗണിക്കാത്ത വിധമാണ് അവരുടെ സമ്പാദന രീതി. ഈ രൂപത്തിൽ ഇബ്ലീസ് പണമുണ്ടാക്കുന്ന അല്ലെങ്കിൽ പണക്കാരായ ആളുകളെ വഴിതെറ്റിപ്പിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അതാണോ ശരി, ഇതാണോ ശരി എന്ന് തോന്നുന്ന രൂപത്തിൽ ആക്കി തീർക്കും. അതല്ലെങ്കിൽ എല്ലാം നല്ലതാണ് എന്ന രൂപത്തിലാക്കി കൊടുക്കും, ചീത്തയായ കാര്യവും കൂടി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഫിൽ ബുഖലി ബിഹി, ആ പണത്തെ പിശുക്കുന്ന അവസ്ഥയിലാണ്. ചിലവഴിക്കേണ്ട സ്ഥലത്ത് ചിലവഴിപ്പിക്കാത്ത രൂപത്തിൽ ഇബ്ലീസ് ആളുകൾ തിരിച്ചു നിർത്തും. വമൻ ഹുഖൂഖിഹി, അതിൻ്റെ ഹക്കുകൾ, അതിൻ്റെ അവകാശങ്ങൾ അവകാശികൾക്ക് നൽകാതെയും. ധനം നാമാണ് ഉണ്ടാക്കിയതെങ്കിലും, നാമാണ് ധനം സമ്പാദിച്ചതെങ്കിലും അതിന് മറ്റ് അവകാശികളുണ്ട്. ദരിദ്രരും അതുപോലെ തന്നെ മിസ്കീന്മാരുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അതിൻ്റെ അവകാശികളായിട്ടുണ്ട്. നമ്മൾ ഇത്ര പൈസ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര കൊല്ലം നമ്മൾ ഇത്ര കാലം നമ്മൾ കൈവശം വച്ചിട്ടുണ്ടെങ്കിൽ അതിന് സാധുക്കളും അതുപോലെ തന്നെ നാട്ടിലെ സമ്പത്തില്ലാത്തവരുമൊക്കെ അവകാശികളായിട്ട് വരും. ആ അവകാശികൾക്ക് കൊടുക്കാനുള്ളത് ഹക്കാണ്, അതിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത കൊടുക്കാതെ പിശുക്ക് കാണിക്കാനാണ് പിശാച് അവരെ നിർബന്ധിക്കുക. വമൻ ഹുഖൂഖിഹി, അതിൻ്റെ ഹക്കുകൾ, അതിൻ്റെ അവകാശങ്ങൾ കൊടുക്കാതെ, മിന സക്കാത്തി വ സദഖത്തി, നിർബന്ധ ദാനവും അതേപോലെ തന്നെ സദഖ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ നിർബന്ധമല്ലാത്ത രൂപത്തിൽ ചിലവഴിക്കുന്ന ധനം, ആ 2 രൂപത്തിലുള്ള ധനവും ചിലവഴിക്കുന്നതിൽ നിന്ന് പിശാച് അവരെ ഏതെങ്കിലും രൂപത്തിൽ വഴിതെറ്റിക്കും. ഇപ്പം അങ്ങനെ കൊടുക്കണ്ട, നമ്മൾ ഭയങ്കര തിടുക്കത്തിലാണ്, അല്ലെങ്കിൽ സക്കാത്ത് പത്രം നിർബന്ധമൊന്നും അല്ല, ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചും കൊടുക്കേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും രൂപത്തിലാക്കിയിട്ട് പിശാച് അത് കൊടുക്കുന്നത് തടയാനുള്ള ശ്രമം നടത്തും. മൂന്നാമത്തത് ഫി തകബ്ബുരി ബിൽ മാലി, പണത്തിൻ്റെ കാര്യത്തിൽ പണം കൊണ്ട് അഹങ്കരിക്കുക. ഞാൻ തിരക്കിടില്ല, കാരണം അത്യാവശ്യം എൻ്റെ ഉണ്ട്, ഞാൻ പൈസക്കാരനാണ് എന്നുള്ള രൂപത്തിലാക്കിയിട്ട്. എന്നിട്ട് വറുഇയത്തിൻ നഫ്സി, സ്വന്തത്തെ തന്നെ കാണിക്കുക, സ്വന്തത്തിന് തന്നെ തോന്നുക. അഫ്ളല മിനൽ ഫുഖറായി,
ഞാൻ ദരിദ്രരെക്കാൾ എത്രയോ അഫ്ളലാണ്, ഏറ്റവും ശ്രേഷ്ഠനാണ്, എൻ്റെ അടുത്ത് അത്യാവശ്യത്തിന് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഓനെക്കാളൊക്കെ എത്രയോ മെച്ചമുള്ളതാണ് എന്ന് സ്വന്തം പണം കൊണ്ട് അഹങ്കാരിയാക്കി മാറ്റുന്ന ഒരു രീതിയും കൂടി പിശാച് ഈ തരം സമ്പന്നരായ ആളുകളിൽ പരീക്ഷിക്കാറുണ്ട് അഥവാ ചെയ്യാറുണ്ട്. നാലാമത്തത് ഫി ഇംഫാഖിഹി ഫിൽ ഇസ്റാഫി, ധൂർത്തിൻ്റെ കാര്യത്തിൽ അത്തരം വിഷയങ്ങളിൽ ചിലവാക്കാൻ പറയാം. വത്തബദീരി, അതേപോലെ തന്നെ അനാവശ്യ ചിലവുകൾ, ധൂർത്തും അനാവശ്യവുമായ കാര്യങ്ങളിൽ ചിലവഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. വസ്വർഫിഹി ഫി ഗൈരി മർളാത്തില്ലാഹി, അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യങ്ങളിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അവനെ നിർബന്ധിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ധൂർത്തിൽ അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങളിൽ ചിലവഴിപ്പിക്കുക, അതിന് കൂടെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ധനം ചിലവഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഈ 4 രൂപത്തിലും മനുഷ്യനെ, സമ്പന്നനായ ആളുകളെ, അത്യാവശ്യം പൈസ ഉള്ള ആൾക്കാരെ പിശാച് വഴിപിഴപ്പിക്കുമെന്നാണ് ഈ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. അതായത് ഒന്നാമത്തെ ധനസമ്പാദന രീതിയാണ്. ആ സമ്പാദന രീതി പൂർണ്ണമായും അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരമാവണം. അതാണോ അല്ലേ എന്നതിൽ ചെറിയ സംശയമൊക്കെ ഇട്ടിട്ട് അല്ലാത്ത കോലത്തിനും കൂടി സമ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, സക്കാത്ത് കൊടുക്കാതെ, സദക്ക കൊടുക്കാതെ പണത്തിനെ പിശുക്ക് കാണിച്ചുകൊണ്ട് അതവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിലും. മറ്റൊന്ന്, പണമുള്ളതുകൊണ്ട് നീ ഇപ്പം അത്യാവശ്യം ഉള്ളവനാണ്, അഹങ്കരിക്കാൻ നിനക്ക് സാധിക്കും എന്ന രൂപത്തിൽ അവൻ്റെ പിന്നാലെ കൂടിയിട്ട് പാവപ്പെട്ടവരെക്കാൾ കൂടുതൽ നീ ഒരു ഉയർന്ന ദർജയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ പറ്റിക്കാനുള്ള ശ്രമം. മറ്റൊന്ന്, ചിലവഴിക്കുന്നത് ധൂർത്തിലും അതുപോലെ തന്നെ അനാവശ്യത്തിലുമൊക്കെ ചിലവാക്കുക, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ധനം ചിലവഴിക്കാൻ ശീലിപ്പിക്കുക എന്ന രൂപത്തിലും. ഇങ്ങനെയൊക്കെ അതാണോ ശരി ഇതാണോ ശരി എന്ന രൂപത്തിൽ തൽബീസ് ഉണ്ടാക്കുന്ന ഒരു പ്രവണത ഇബ്ലീസിൻ്റെതാണ്. ആ പ്രവണതയിൽ നിന്ന് നമ്മൾ മാറിയാലേ രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.